നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇംഗ്ലീഷ് ഉപയോഗം. ഫസ്റ്റ് ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ നമ്മള് കഴിഞ്ഞ വർഷങ്ങളിൽ എന്താണ് പീരിയോഡിക് ടേബിൾ എന്ന് പഠിച്ചിട്ടുണ്ട്. പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പീരിയോഡിക് ടേബിൾ എന്താണ്. നമ്മൾ മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട 9ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് പീരിയോഡിക് ടേബിൾ എന്ന് നമുക്കറിയാം. നമ്മുടെ ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിളിൽ നമുക്കറിയാം 118ഓളം, അതായത് മോഡേൺ പീരിയോഡിക് ടേബിളിൽ 180 എലമെന്റ്സ് ആണ് നിലവിൽ ഉള്ളത്. ആ പീരിയോഡിക് ടേബിൾ പ്രപ്പോസ് ചെയ്തത് ഹെൻറി മോസ്ലിയാണ്. എന്നാൽ ഹെൻറി മോസ്ലിക്ക് മുന്നേ തന്നെ നമ്മളൊരു പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ആ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്ത് ഒരു ടേബിളിലായിട്ട് ക്ലാസിഫൈ ചെയ്ത ഒരു വ്യക്തിയാണ് ആര്? മെൻഡലീഫ്. അപ്പൊ മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളില് ചില ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റേഷൻസ് ഒക്കെ എന്ത് ചെയ്തു? സോൾവ് ചെയ്തുകൊണ്ട് മോഡേൺ ആയിട്ട് ഒരു പീരിയോഡിക് ടേബിളിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് ഹെൻറി മോസ്ലി. അപ്പൊ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തു? 9ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഈ പീരിയോഡിക് ടേബിളും അതുമായിട്ട് ബന്ധപ്പെട്ട പുതുതായിട്ട് കുറച്ച് കാര്യങ്ങളുമാണ് നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പാഠത്തിന്റെ പേര് തന്നെയുണ്ട്, പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ്. അപ്പോൾ പീരിയോഡിക് ടേബിൾ എന്താണ് എന്ന് നമുക്കറിയാം. അതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കറിയാം, ഒരു ആറ്റം നമ്മൾ എടുത്താൽ, ഒരു ഓക്സിജൻ എന്ന് പറയുന്ന ഒരു എലമെന്റിന്റെ ഒരു ആറ്റം നമ്മൾ പരിഗണിക്കുകയാണ്. ആ ആറ്റം നമ്മൾ എടുത്താൽ ആറ്റത്തിലെ പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് അറിയാം. ആറ്റത്തിനുള്ളിലെ പാർട്ടിക്കിൾസ് ആണ് ഏതൊക്കെ? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. അതില് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ന്യൂക്ലിയസ് കാണിക്കുന്നു. ഇത് ന്യൂക്ലിയസ് ആണെന്ന് കരുതുക. ഈ ന്യൂക്ലിയസിനകത്തായിരിക്കും ആരൊക്കെയുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ആരൊക്കെയുള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. ഇനി മറ്റൊരു പാർട്ടിക്കിളായ ഇലക്ട്രോൺ കാണപ്പെടുന്നത് ഈ ന്യൂക്ലിയസിന് പുറത്താണ്. ഇലക്ട്രോൺ കാണപ്പെടുന്നത് എവിടെയാണ്? ഈ ന്യൂക്ലിയസിന് പുറത്തായിട്ടാണ്. ന്യൂക്ലിയസിന് പുറത്ത് ഇലക്ട്രോണുകൾ കാണപ്പെടുന്ന ആ ഒരു പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് ഷെല്ലുകൾ എന്നാണ്. എന്ന് വിളിക്കും, ഷെൽസ് എന്ന് വിളിക്കും. അവിടെ ഷെല്ലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആറ്റവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഡിഫറെന്റ് ടൈപ്സിലുള്ള ആറ്റം മോഡൽസിനെ കുറിച്ച്. അപ്പൊ ആറ്റം മോഡലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒന്നാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം റുദർഫോർഡിന്റെ ആറ്റം മോഡൽ ആയിരുന്നു. അത് നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. റുദർഫോർഡിന്റെ ആറ്റം മോഡൽ എന്തെന്നറിയപ്പെടുന്നു? പ്ലാനറ്ററി മോഡൽ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ റുദർഫോർഡിന്റെ ആറ്റം മോഡൽ എന്ത് ചെയ്തു? അതിലും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റേഷൻസ് ഒക്കെ എന്ത് ചെയ്തു? സോൾവ് ചെയ്തുകൊണ്ട് പിന്നീട് നീൽസ് ബോർ പുതിയ ഒരു ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തു. ആ ആറ്റം മോഡലാണ് നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ആറ്റം മോഡലിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ആറ്റം മോഡലിലുള്ളത്? നമുക്കറിയാം, ഈ പറയുന്ന ന്യൂക്ലിയസിന് പുറത്തായിട്ട് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് ഷെല്ലുകളിലാണ് എന്ന് നമുക്കറിയാം. ന്യൂക്ലിയസിന് പുറത്തായിട്ട് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഷെല്ലുകളിലാണ്. ഈ ഷെല്ലുകളെ അദ്ദേഹം വിളിച്ചത് എനർജി ലെവലുകൾ എന്നാണ്. ഷെല്ലുകളെ അദ്ദേഹം വിളിച്ചത് എന്താ? എനർജി ലെവലുകൾ. എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട്, എനർജി ഉണ്ട്. ആ എനർജി എന്തുള്ളത് കൊണ്ട് തന്നെ ഇവർ കാണപ്പെടുന്ന ആ ഒരു പാത്ത് അല്ലെങ്കിൽ ആ ഒരു മേഖല എനർജി ലെവൽസ് എന്നറിയപ്പെടുന്നു. ഇനി അതുപോലെ തന്നെ ഈ ന്യൂക്ലിയസിൽ നിന്നും ഷെല്ലുകൾ ഇങ്ങനെ അകന്നത്. ഇപ്പോ അദ്ദേഹം ന്യൂക്ലിയസ് ഷെല്ലുകൾക്ക് പേര് കൊടുത്തത് 1, 2, 3, 4 എന്നിങ്ങനെ നമ്പർ നൽകി, അല്ലെങ്കിൽ KLMN എന്നിങ്ങനെ പേര് നൽകിയൊക്കെ എന്ത് ചെയ്തു? ഷെല്ലുകളെ സൂചിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം, ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഷെല്ലാണ് ഒന്നാമത്തെ ഷെല്ലായ K. അപ്പൊ ഒന്നാമത്തെ ഷെല്ലായ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അത് K ആണെന്ന് പറയാം. ഒന്നാമത്തെ ഷെല്ല് K ആണ്. അതുപോലെ രണ്ടാമത്തെ ഷെല്ലാണ് ഏത്? L. മൂന്നാമത്തെ ഷെല്ലാണ് M. നാലാമത്തെ ഷെല്ല് N എന്നിങ്ങനെ എന്ത് ചെയ്യുന്നു? പോകുന്നു. അപ്പൊ ഈ ഷെല്ലുകളിലാണ് ആര് കാണപ്പെടുന്നത്? നമ്മൾ പഠിച്ചു, ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്.
സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇങ്ങനെ ഇലക്ട്രോണുകൾ ഓരോ ഷെല്ലിലും നമുക്ക് തോന്നിയ രീതിയിൽ നമുക്ക് ഇലക്ട്രോണുകൾ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു ഓർഡർ അല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 9ാം ക്ലാസ്സിൽ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺ വീതം ഉൾക്കൊള്ളിക്കാം എന്നുള്ള കാര്യം വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനൊരു ഫോർമുല ഉണ്ട്. എന്താണ് ആ ഫോർമുല? 2n² എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഓരോ ഷെല്ലിലും നമുക്ക് ഓക്യുപൈ ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അപ്പൊ ഈ 2n² എന്ന് പറയുമ്പോൾ അതിൽ n എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കും? ഷെൽ നമ്പറിനെ സൂചിപ്പിക്കും. എന്നു പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഷെൽ നമ്പറിനെ സൂചിപ്പിക്കും. അപ്പൊ n നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ഷെല്ലാണ് K. അപ്പോ K എന്ന് പറയുന്ന ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലെങ്കിൽ കെയിലെ മാക്സിമം നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എങ്ങനെ കണ്ടെത്താം? ഈ ഫോർമുല ഉപയോഗിക്കാം. ഈ ഫോർമുല ഉപയോഗിക്കുമ്പോൾ 2 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ ഷെൽ നമ്പർ എന്നാണ്. K എന്ന് പറയുന്നത് ഇവിടെ എത്രാമത്തെ ഷെല്ലാണ്? ഒന്നാമത്തെ ഷെല്ലാണ്. അപ്പോ n-ന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 1 ആണ്. അപ്പോ 2 ഇൻറ്റു 1² എന്ന് വരും. 2 ഇൻറ്റു 1² എത്രയായിരിക്കും? 2 ഇൻറ്റു 1 എത്ര വരും? 2 എന്ന് തന്നെ വരും. അതായത് നമുക്ക് പറയാം K എന്ന് പറയുന്ന ഫസ്റ്റ് ഷെല്ലിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ ഷെല്ലിൽ നമുക്ക് എത്ര? 2 ഇലക്ട്രോണിനെ അല്ലെങ്കിൽ മാക്സിമം നമുക്ക് 2 ഇലക്ട്രോണിനെ ഉൾക്കൊള്ളിക്കുവാനായിട്ട് സാധിക്കൂ. ഇനി അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ എല്ലിലേക്ക് പോയാൽ, എൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഷെല്ലാണ് അല്ലെ. അപ്പൊ ഇവിടെ n-ന്റെ വാല്യൂ എന്താവും? 2 ആവും. അപ്പൊ 2 ഇൻറ്റു 2² എന്ന് പറയുന്നത് കിട്ടും. 2 ഇൻറ്റു 2² എന്ന് പറയുമ്പോഴത്തേക്കും 2 ഇൻറ്റു 4 എത്രയെന്ന് വരും? 2 ഇൻറ്റു 4 8 എന്ന് വരും. ഈ രീതിയിൽ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് ഓരോ ഷെല്ലിലും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒക്യുപൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രോണിന്റെ എണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഇതും നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ ബേസിസിൽ നമ്മൾ ഓരോ എലമെന്റിന്റെയും അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അവയുടെ ഇലക്ട്രോണുകൾ വെച്ചിട്ട് അവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും. ആ എഴുതുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോ ഒരു സോഡിയം എന്ന് പറയുന്ന എലമെന്റിനെ എടുക്കുകയാണ്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോക്കിയാൽ എങ്ങനെ വരും? 281 എന്ന് വരും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതെങ്ങനെ 281 വന്നു എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് 281 വന്നത്? നമുക്ക് നോക്കാം. എങ്ങനെയായിരിക്കും? ഒന്നാമത്തെ ഷെല്ല് K ആണ് അല്ലെ. ഒന്നാമത്തെ ഷെല്ലായ Kയിൽ നമുക്കറിയാം മാക്സിമം നമുക്ക് ഒക്യുപൈ ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിന്റെ എണ്ണം അത് 2 ആണ്. അപ്പൊ സോഡിയം ആയാലും ഏത് എലമെന്റ് ആയാലും അതിന്റെ ആറ്റത്തില് ഉള്ള ഇലക്ട്രോണുകൾ എങ്ങനെയാ? ഒന്നാമത്തെ ഷെല്ലില് 2 എണ്ണത്തിന് വയ്ക്കാൻ പറ്റും. അപ്പൊ സോഡിയവും അതിന്റെ ഫസ്റ്റ് ഷെല്ലില് 2 ഇലക്ട്രോൺസിനെ വെച്ചു. ഇനി ബാലൻസ് 9 ഇലക്ട്രോൺ ഉണ്ട്. അതില് സെക്കൻഡ് ഷെല്ല് ഏതാണ്? L ആണ്. L എന്ന് പറയുന്ന ഷെല്ലിൽ ഒക്യുപൈ ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം ഇലക്ട്രോണിന്റെ എണ്ണം 8 ആണ്. അപ്പോ ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണ്, രണ്ടാമത്തേല് 8 എണ്ണം, 8 ഇലക്ട്രോണിനെ എന്ത് ചെയ്തു? വെച്ചു. ഇനി ബാലൻസ് വരുന്ന 1 ഇലക്ട്രോൺ ഉണ്ടല്ലേ, അത് എങ്ങോട്ട് പോകും? അത് അടുത്ത ഷെല്ലായ എമ്മിലേക്ക് പോകും. അടുത്ത ഷെല്ലായ എമ്മിലേക്ക് പോകും. ആ എമ്മില് മാക്സിമം നമുക്ക് എത്രത്തിൽ ഉൾക്കൊള്ളിക്കാമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയായിരിക്കും? ഇതേ ഫോർമുല ഉപയോഗിക്കാം. ആ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ നോക്കിയാൽ 2 ഇൻറ്റു 3² എന്ന് വരും. 2 ഇൻറ്റു 3² എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അത് 18 ആയിരിക്കും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ എലമെന്റിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുവാനായിട്ട് സാധിക്കും. ഇത് 18 വരെ ആർഗൺ വരെയുള്ള എലമെന്റിന്റെ കാര്യമാണ് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആർഗൺ വരെയുള്ള എലമെന്റുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ച് നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? 9ാം ക്ലാസ് വരെ, അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ നിങ്ങൾ ഇതുവരെയുള്ളത് പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായി ബന്ധപ്പെട്ട കൂടുതലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോ അത് നമുക്ക് പറയാം. അതിനു മുന്നേ ആയിട്ട് ആ പീരിയോഡിക് ടേബിളിലേക്ക് നമുക്ക് ഒന്നുകൂടി തിരിച്ചു വന്നാൽ നമുക്കറിയാം പീരിയോഡിക് ടേബിളിനകത്ത് കുറച്ച് ഗ്രൂപ്പുകളും പീരീഡുകളും ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പീരിയോഡിക് ടേബിളിനകത്ത് കുറച്ച് ഗ്രൂപ്പുകളും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? പീരീഡുകളും ഉണ്ട്. എത്ര ഗ്രൂപ്പ് ഉണ്ട്, എത്ര പീരീഡ് ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. മൊത്തം നിലവിൽ 18 ഗ്രൂപ്പും അതുപോലെ തന്നെ എത്ര പീരീഡും ഉണ്ട്? 7 പീരീഡും ഉണ്ട്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ ഓരോ ഗ്രൂപ്പിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന എലമെന്റ്സിന് സിമിലാരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ സിമിലർ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി ഉള്ള എലമെന്റ്സിനെ എല്ലാം കൂടി എന്ത് ചെയ്യുന്നു? ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്.
അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഫാമിലികളെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ്, രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ്, അതിൽ മെറ്റൽസ് എവിടെയൊക്കെയാണ്, നോൺ മെറ്റൽസ് എവിടെയൊക്കെയാണ്, അതുപോലെ തന്നെ ട്രാൻസിഷൻ മെറ്റൽ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ആ ഒരു കാര്യം നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. കാരണം അവിടെ നമ്മൾ പഠിച്ചപ്പോൾ ഒരു എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് നമുക്ക് അതിന്റെ ഗ്രൂപ്പ് നമ്പറും പീരീഡ് ഏതാണ് എന്ന് കണ്ടെത്താനായിട്ടുള്ള കാര്യം നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനിവിടെ സോഡിയം എന്ന് പറയുന്ന എലമെന്റ് എഴുതിയിട്ടിരിക്കുന്നു. ഈ സോഡിയത്തിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുവാനായിട്ട് പറഞ്ഞാല് നമുക്ക് വളരെ സിമ്പിൾ ആയി കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയാണ് നമ്മൾ പഠിച്ചത്. എങ്ങനെയാ, ഇതിന്റെ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്, 1 ആണ് അല്ലേ. അപ്പൊ 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സോഡിയത്തിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്, 1 ആണ്. ലാസ്റ്റ് അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1 ആയിരിക്കും, 2 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2 ആയിരിക്കും. ഇനി 3 അതിൽ കൂടുതൽ അങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 10 കൂട്ടുന്ന കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്ന കാര്യം ഓർത്തു വെക്കുക. അതുപോലെ ഇതിന്റെ പീരീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഡിയം എന്ന് പറയുന്ന എലമെന്റ് എത്രാമത്തെ പീരീഡിലുള്ളതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടെത്താം. ഇതിൽ മൊത്തം എത്ര ഷെല്ലുണ്ട്, 3 ഷെല്ലുണ്ട് അല്ലേ. മൊത്തം എത്ര ഷെല്ലുണ്ട്, 3 ഷെല്ലുണ്ട്. അപ്പൊ ഷെൽ നമ്പർ ആയിരിക്കും അതിന്റെ പീരീഡ് എന്ന് പറയുന്നത്. എന്തായിരിക്കും, ഷെൽ നമ്പർ. ഇവിടെ 3 ഷെൽ ഉള്ളത് കൊണ്ട് തന്നെ സോഡിയം ഏത് പീരീഡിൽ ഉൾപ്പെട്ടതാണെന്ന് പറയാം, അത് 3ാമത്തെ അല്ലെങ്കിൽ 3rd പീരീഡിലുള്ളതാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അവിടെ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ആലോചിച്ച് വേണം. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചാണ്. അതാണ് ഈ പാഠത്തിൽ നമുക്ക് കൂടുതലായിട്ട് പഠിക്കുവാനായിട്ട് ഉള്ളത്. അപ്പോ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ച് നോക്കാം. അപ്പൊ 18 വരെയുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് അല്ലേ. അപ്പൊ 19ാമത് വരുന്ന എലമെന്റ് ആണ് അല്ലെങ്കിൽ ആർഗണിന് ശേഷം തൊട്ടടുത്ത് വരുന്ന എലമെന്റ് ആണ് ഇത്, പൊട്ടാസ്യം. ഈ പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോക്കിയാൽ അതിന്റെ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ, തേർഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ, ഇനി അവസാനം വരുന്നതിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ. ഇങ്ങനെയായിരിക്കും പൊട്ടാസ്യത്തിന്റെ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ 1ാമത്തെ ഷെല്ലിൽ നമുക്ക് മാക്സിമം 2 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്താൻ പറ്റും. ആ 2 ഇലക്ട്രോണിനെ പൊട്ടാസ്യം ഉൾപ്പെടുത്തി. തൊട്ടടുത്ത് 2ാമത്തെ ഷെല്ല് നമ്മൾ നോക്കിയാൽ അവിടെ മാക്സിമം നമുക്ക് 8 ഇലക്ട്രോൺ ഉൾപ്പെടുത്താം, അവിടെ 8 ഇലക്ട്രോൺ ഉൾപ്പെടുത്തി. എന്നാൽ എം ഷെല്ലിൽ മാക്സിമം 18 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്തുവാൻ കഴിയുമായിരുന്നിട്ടും അവിടെ എന്തുകൊണ്ട് 8 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്തി എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 8 അത് കഴിഞ്ഞിട്ട് ബാലൻസ് കൊണ്ടുവന്ന് അടുത്ത ഇലക്ട്രോണിലേക്ക് അടുത്ത ഷെല്ലിലേക്കാണ് ഇത് പോയി അല്ലേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം എങ്ങനെയാണ് എന്നുള്ള കാര്യം. അപ്പൊ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് ഷെല്ലുകളിലാണ് എന്ന് നമ്മൾ പഠിച്ചു. ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് എവിടെയാണ്, ഷെല്ലുകളിലാണ്. ഈ ഷെല്ലുകളെ നമ്മൾ എനർജി ലെവലുകൾ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എനർജി ലെവൽസ് എന്നാണ് വിളിക്കുന്നത്. ഷെല്ലുകളെ നമ്മൾ വിളിക്കുന്നത് പ്രിൻസിപ്പൽ എനർജി ലെവൽ അല്ലെങ്കിൽ എനർജി ലെവലുകൾ എന്ന് വിളിക്കും. ഈ എനർജി ലെവലുകൾക്കകത്ത് ഈച്ച് എനർജി ലെവൽസിന്റെ ഉള്ളിലും ഏതുണ്ട്, ഓരോ എനർജി ലെവലിന്റെ ഉള്ളിലും ഓരോ സബ് എനർജി ലെവലുകൾ കാണപ്പെടുന്നുണ്ട്. സബ് എനർജി ലെവലുകൾ കാണപ്പെടുന്നുണ്ട്. ആ സബ് എനർജി ലെവലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ് ഷെൽ എന്ന് വിളിക്കും. സബ് ഷെൽ എന്ന് വിളിക്കും. അപ്പൊ എന്താണ് സബ് ഷെൽ എന്ന് ചോദിച്ചാൽ, ഷെല്ല് നമുക്കറിയാം എനർജി ലെവലാണ്. ആ ഷെല്ലിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന സബ് എനർജി ലെവലുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സബ് ഷെല്ലുകൾ എന്ന് വിളിക്കും. അപ്പൊ എന്താണ് സബ് ഷെൽ എന്ന് പിടികിട്ടിയല്ലോ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് ഷെല്ലുകളിലാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോ ഇവിടെ നിങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് അതൊന്ന് അറിഞ്ഞിരിക്കണം. ഷെല്ലുകൾക്കുള്ളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് സബ് ഷെല്ലുകളിലാണ്. ഷെല്ലുകൾക്കുള്ളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് സബ് ഷെല്ലുകളിലാണ്. എന്നാൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ സബ് ഷെല്ലിൽ എല്ലാ ഭാഗത്തും ഇലക്ട്രോൺ കാണപ്പെടാറില്ല. സബ് ഷെല്ലില് എല്ലാ ഭാഗത്തും എന്ത് ചെയ്യാറില്ല, ഇലക്ട്രോൺ കാണപ്പെടാറില്ല. ഇലക്ട്രോൺ കാണപ്പെടാനായിട്ടുള്ള അല്ലെങ്കിൽ അത് ഫൈൻഡ് ചെയ്യാനായിട്ട് പോസിബിലിറ്റി കൂടിയ ആ ഒരു റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽസ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും, ഓർബിറ്റൽസ് എന്ന് വിളിക്കും. അപ്പോ
സബ് ഷെല്ലുകളിൽ എല്ലാ ഭാഗത്തും ആര് കാണില്ല? ഇലക്ട്രോൺ കാണില്ല. ഇലക്ട്രോൺ കാണാൻ സാധ്യത കൂടിയ മേഖലയെ വിളിക്കുന്ന അല്ലെങ്കിൽ ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽസ് എന്ന് വിളിക്കും. എന്ന് വിളിക്കും? ഓർബിറ്റൽസ്. ഇപ്പൊ 3 ടേമാണ് പുതുതായിട്ട് നമ്മൾ പഠിച്ചത്. ഷെല്ല് നമുക്കറിയാം, ഷെല്ല് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതല്ലാതെ 2 ടേം കൂടെ പഠിച്ചല്ലേ, ഷെല്ല്, സബ് ഷെല്ല്, ഓർബിറ്റൽസ്. അതിൽ ഷെല്ലാണ് നമ്മൾ ഇത്രയും നാൾ പഠിച്ചു വെച്ചത്. ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് ഷെല്ലുകളിലാണ് എന്ന് മാത്രം പഠിച്ചു വെച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഇപ്പൊ നമ്മൾ പുതുതായിട്ട് പഠിച്ച എന്താ? ഷെല്ലുകൾ എന്ന് പറഞ്ഞാൽ എനർജി ലെവലുകളാണ്. ഷെല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി ലെവലുകളാണ്. ഈ എനർജി ലെവലുകൾക്കുള്ളിൽ ആര് കാണപ്പെടുന്നുണ്ട്? സബ് എനർജി ലെവലുകൾ കാണപ്പെടുന്നുണ്ട്. എനർജി ലെവലുകൾക്കുള്ളിൽ ആര് കാണപ്പെടുന്നുണ്ട്? സബ് എനർജി ലെവലുകൾ കാണപ്പെടുന്നുണ്ട്. ഈ സബ് എനർജി ലെവലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ് ഷെല്ലുകൾ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? സബ് ഷെല്ലുകൾ എന്ന് വിളിക്കും. ഈ സബ് ഷെല്ലിന്റെ ഉള്ളിൽ എല്ലാ ഭാഗത്തും ആര് കാണില്ല? ഇലക്ട്രോൺ കാണില്ല. സബ് ഷെല്ലുകൾക്കുള്ളില് ഇലക്ട്രോൺ കാണാൻ പോസിബിലിറ്റി കൂടിയ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽസ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ഓർബിറ്റൽസ് എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതും ആരെ കുറിച്ചായിരിക്കും? ഷെല്ലിനെ കുറിച്ചായിരിക്കില്ല. കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്ന ആരെ കുറിച്ചായിരിക്കും? സബ് ഷെല്ലുകളെ കുറിച്ചായിരിക്കും. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി. നമ്മൾ പഠിക്കുന്നത് ആരെ കുറിച്ച് മാത്രമാണ്? സബ് ഷെല്ലുകളെ കുറിച്ച് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോ ആ സബ് ഷെല്ലുമായി ബന്ധപ്പെട്ട് ഓരോ ഷെല്ലിലുമുള്ള സബ് ഷെല്ലുകളുടെ എണ്ണം, അതുപോലെ തന്നെ ആ സബ് ഷെല്ലുകളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഇലക്ട്രോണിന്റെ എണ്ണം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഏതൊക്കെയാണ് സബ് ഷെല്ലുകൾ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് ഷെല്ലുകൾക്ക് പേര് കൊടുക്കുന്നതിനെ പറ്റി നീൽസ് ബോർ പറഞ്ഞു അല്ലേ. ഷെല്ലുകൾക്ക് അതിന്റെ നമ്പർ കൊടുത്ത്, അല്ലെങ്കിൽ 1 2 3 4 എന്ന് പറയുന്ന നമ്പർ നൽകി, അല്ലെങ്കിൽ KLMN എന്നിങ്ങനെ പേര് നൈമിംഗ് ചെയ്തൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് വിളിക്കാം. ഇതുപോലെ സബ് ഷെല്ലുകൾക്കും പേര് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ആർക്കും പേര് കൊടുത്തിട്ടുണ്ട്? സബ് ഷെല്ലുകൾക്കും പേര് കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട സബ് ഷെല്ലുകളാണ് S, P, D, F. നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട 4 സബ് ഷെല്ലാണ് ഏതൊക്കെ? S, P, D, F. S, P, D, F. ഇതാണ് പ്രധാനപ്പെട്ട 4 സബ് ഷെല്ലുകൾ. ഇത് പേര് കൊടുക്കുന്നതെല്ലാം അതിന്റെ പ്രോപ്പർട്ടി അനുസരിച്ചാണ്. ഷാർപ്പ്, പ്രിൻസിപ്പല്, അതുപോലെ തന്നെ ഡിഫ്യൂസ്, ഫണ്ടമെന്റൽ എന്നിങ്ങനെയൊക്കെയാണ് അതിന്റെ അർത്ഥമാക്കുന്നത്. അപ്പൊ അതൊക്കെ ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട 4 സബ് ഷെല്ലുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. S, P, D, F. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ ഷെല്ലിലും, ഇപ്പോ ഒന്നാമത്തെ ഷെല്ലായ K എടുത്താൽ ആ Kയിലെ സബ് ഷെൽ ഏതാണ്? Lലെ സബ് ഷെൽ ഏതാണ്? എമ്മിലെ സബ് ഷെൽ ഏതാണ്? എന്നിലെ സബ് ഷെൽ ഏതാണ്? ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? അറിയണം. അപ്പോൾ നമ്മൾ നോക്കുന്നു, നിങ്ങൾ അത് കണ്ടുപിടിക്കാനുള്ള വളരെ സിമ്പിൾ ആയിട്ടൊരു മാർഗമുണ്ട്. K എത്രാമത്തെ ഷെല്ലാണ്? K ഒന്നാമത്തെ ഷെല്ലാണ് അല്ലേ. K എത്രാമത്തെ ഷെല്ലാണ്? ഒന്നാമത്തെ ഷെല്ലാണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എത്രയേ ഉള്ളൂ? ഒന്നാമത്തെ ഷെല്ലിൽ ഒരു സബ് ഷെൽ, അതായത് എപ്പോഴും ഷെല്ലിന്റെ നമ്പരും സബ് ഷെല്ലിന്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും. ഷെൽ നമ്പർ എന്ന് പറഞ്ഞാൽ K ഒന്നാമത്തെ ഷെല്ലല്ലേ, അപ്പോ ആ ഒന്നും അതിൽ കാണപ്പെടാനുള്ള സബ് ഷെല്ലിന്റെ എണ്ണം ഈക്വൽ ആയിരിക്കും. അപ്പൊ ഒന്നാണെങ്കിൽ ഒന്ന് തന്നെയായിരിക്കും, ഒരു സബ് ഷെല്ല് അതിനകത്ത് കാണും. അപ്പൊ Kയിലെ സബ് ഷെല്ല് ആദ്യത്തെ സബ് ഷെല്ലായ S ആയിരിക്കും. Kയിലെ സബ് ഷെല്ല് ആരായിരിക്കും? ആദ്യത്തെ സബ് ഷെല്ലായിട്ടുള്ള S ആയിരിക്കും. അപ്പൊ Kയിൽ ഒറ്റ സബ് ഷെല്ലേ ഉള്ളൂ, S മാത്രം. ഇനി രണ്ടാമത് നമുക്ക് പറയാം L എന്ന് പറയുന്ന ആ ഒരു ഷെല്ല് നമ്മൾ എടുത്താൽ അതിനകത്ത് L രണ്ടാമത്തെ ഷെല്ലാണ് അല്ലേ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഷെൽ നമ്പർ തന്നെയായിരിക്കും സബ് ഷെല്ല് അല്ലേ. അപ്പൊ രണ്ടാമത്തെ ഷെൽ ആയതുകൊണ്ട് ഇതിനകത്ത് എത്ര സബ് ഷെല്ല് കാണും? 2 സബ് ഷെല്ല് കാണും. ആദ്യത്തെ 2 സബ് ഷെല്ലാണ് ആരൊക്കെ? എസും പിയും. അപ്പൊ L എന്ന് പറയുന്ന ഷെല്ലിൽ കാണപ്പെടുന്ന സബ് ഷെല്ല് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് എസും പിയും ആയിരിക്കും. ഇനി മൂന്നാമത്തെ ഷെല്ലാണല്ലേ M. അപ്പൊ സ്വാഭാവികമായിട്ടും ഷെൽ നമ്പർ 3 ആയതുകൊണ്ട് തന്നെ അതിൽ കാണപ്പെടാനുള്ള സബ് ഷെല്ലിന്റെ എണ്ണം എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാം S, P, D ഈ 3 സബ് ഷെല്ലുകളായിരിക്കും എമ്മിൽ കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയാണ് എന്നിൽ ഏതൊക്കെ കാണും? N 4ാമത്തെ ഷെല്ലാണ്. അപ്പൊ ഷെൽ നമ്പർ 4 ആയതുകൊണ്ട് തന്നെ അതിൽ 4 സബ് ഷെല്ല് കാണും. അപ്പൊ ഈ 4 സബ് ഷെല്ല് അതിനകത്ത് കാണൂലേ. അതൊക്കെ ആയിരിക്കും S, P, D, F. ഇതാണ് ഓരോ ഷെല്ലിലും ഉള്ള സബ് ഷെല്ലുകൾ. അപ്പൊ K എന്ന് പറയുന്ന ഒന്നാമത്തെ ഷെല്ല് ഒരൊറ്റ സബ് ഷെൽ, അത് S. രണ്ടാമത് പഠിച്ചു L എന്ന് പറയുന്ന ഷെല്ലിൽ 2 സബ് ഷെൽ, S, P. മൂന്നാമത്തെ ഷെല്ലായ എമ്മിൽ 3 സബ് ഷെൽ, S, P, D. നാലാമത്തെ ഷെല്ലായ എന്നിൽ 4 സബ് ഷെൽ, S, P, D, F.
ഈ ഒരു കാര്യം കൂടി നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. ഷെല്ലുകളെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. ആ ഷെല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻസിപ്പൽ എനർജി ലെവൽ അല്ലെങ്കിൽ എനർജി ലെവലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ആ ഷെല്ലുകൾക്കുള്ളിലുള്ള സബ് എനർജി ലെവലുകളെ വിളിച്ച പേരാണ് സബ് ഷെൽ. ഷെല്ലുകൾക്കുള്ളിലുള്ള സബ് എനർജി ലെവലുകളെ വിളിച്ച പേരാണ് സബ് ഷെൽ. ആ സബ് ഷെല്ലുകൾക്കുള്ളിൽ ഇലക്ട്രോണുകൾ എല്ലാ ഭാഗത്തും കാണൂല. ഇലക്ട്രോണുകൾ കാണപ്പെടാൻ സാധ്യത കൂടി കുറച്ച് റീജിയൻസ് ഉണ്ട്. ആ റീജിയനെ വിളിച്ച പേരാണ് ഓർബിറ്റൽസ്. ഈ ഓർബിറ്റൽസിനെ കുറിച്ച് ഒരു 2 കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. അത് നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സബ് ഷെൽ എന്ന് പഠിച്ചു. ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ്. ഇതാണ് പ്രധാനപ്പെട്ട 4 സബ് ഷെല്ലുകൾ. അതിനുശേഷം നമ്മൾ പഠിച്ചു ഓരോ ഷെല്ലിലുമുള്ള സബ് ഷെല്ലുകളുടെ എണ്ണം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ആ സബ് ഷെല്ലുകൾ എന്ന് പഠിച്ചു. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിക്കുന്ന ഒരു മാർഗം പഠിച്ചു. ഷെൽ നമ്പർ എപ്പോഴും ആർക്ക് ഈക്വൽ ആയിരിക്കും? സബ് ഷെല്ലിന്റെ എണ്ണത്തിന് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഒന്നാമത്തെ ഷെല്ലായ കെയില് ഒരു സബ് ഷെൽ, അത് എസ്. രണ്ടാമത്തെ ഷെല്ലായ എല്ലിൽ 2 സബ് ഷെൽ എസ്, പി. മൂന്നാമത്തെ ഷെല്ലായ എമ്മിൽ 3 സബ് ഷെൽ എസ്, പി, ഡി. നാലാമത്തെ ഷെല്ലായ എന്നിൽ 4 സബ് ഷെൽ എസ്, പി, ഡി, എഫ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനി പറയാൻ പോകുന്ന ഓർബിറ്റൽസുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യമാണ്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കണം ഇവിടെ. അപ്പൊ നമ്മളിപ്പോ പഠിച്ചായിരുന്നു അല്ലേ ഓർബിറ്റൽസ് എന്താണ്? ഓർബിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് എനർജി ലെവലുകൾക്കുള്ളിൽ എല്ലാ ഭാഗത്തും ഇലക്ട്രോൺ കാണില്ല. ഇലക്ട്രോണുകളെ നമുക്ക് ഫൈൻഡ് ചെയ്യുവാനായിട്ട് സാധ്യത കൂടി അല്ലെങ്കിൽ പ്രോബബിലിറ്റി കൂടിയ ആ ഒരു റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽസ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഓർബിറ്റൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓരോ സബ് ഷെല്ലിലുമുള്ള ഓർബിറ്റൽസ് കൂടി നമ്മൾ എന്ത് ചെയ്യണം? അറിയണം. ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് അതൊന്ന് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നമുക്ക് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കുമ്പോൾ തെറ്റൊന്നും വരില്ല. അപ്പൊ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാനുള്ളത്, നമ്മൾ എസ് എന്ന് പറയുന്ന സബ് ഷെൽ എടുക്കും. എസ് എന്ന് പറയുന്ന സബ് ഷെല്ല് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ എസ് എന്ന് പറയുന്ന സബ് ഷെല്ലിൽ ഒരൊറ്റ ഓർബിറ്റൽ ആണുള്ളത്. നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കുക, ഒരു ഓർബിറ്റലിൽ, അത് ഏത് ഓർബിറ്റൽ ആയാലും ഒരു ഓർബിറ്റലിൽ പരമാവധി അല്ലെങ്കിൽ മാക്സിമം നമുക്ക് 2 ഇലക്ട്രോണിനെ വെക്കാൻ പറ്റും. ഒരു ഓർബിറ്റൽ ഉണ്ടെങ്കിൽ ആദ്യം ഏത് ഓർബിറ്റൽ ആയാലും അതിനകത്ത് നമുക്ക് മാക്സിമം എത്ര ഇലക്ട്രോണിനെ വെക്കാൻ പറ്റൂ? അതിൽ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് അത് 2 ആണ്. അപ്പൊ എസ് എന്ന് പറയുന്ന സബ് ഷെല്ലിൽ ഒരു ഓർബിറ്റൽ ആണുള്ളത്. എസ് എന്ന് പറയുന്ന സബ് ഷെല്ലിൽ എത്ര ഓർബിറ്റൽ ഉണ്ട്? ഒരു ഓർബിറ്റൽ ഉണ്ട്. ഒരു ഓർബിറ്റൽ മാത്രമാണ് ഉള്ളതെങ്കിൽ അതിൽ നമുക്ക് എത്ര ഇലക്ട്രോണിനെ വെക്കാൻ പറ്റും? മാക്സിമം 2 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്താൻ പറ്റും അല്ലെ? അപ്പൊ എസില് മാക്സിമം നമുക്ക് ഒക്യുപ്പൈ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് അത് 2 ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ അടുത്ത പിയിലേക്ക് പോവുകയാണ്. പിയിലേക്ക് ചെല്ലുമ്പോൾ അപ്പൊ എസിൽ നമ്മൾ പഠിച്ചു ഒരു ഓർബിറ്റൽ. പിയിലേക്ക് വരുമ്പോൾ അവിടെ 3 ഓർബിറ്റൽ ഉണ്ട്. പിയിലേക്ക് വരുമ്പോൾ എത്ര ഓർബിറ്റൽ ഉണ്ട്? 3 ഓർബിറ്റൽ ഉണ്ട്. നമുക്ക് പറയാം 3 ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ. അങ്ങനെ 3 എണ്ണത്തിൽ കൂടെ ആകുമ്പോൾ എത്ര ആവും? ഒരെണ്ണത്തില് 2, 2 എണ്ണത്തില് 4, 3 എണ്ണത്തില് 6. അപ്പൊ 2 × 3 അല്ലെങ്കിൽ 2 × 3 ചെയ്താൽ മതി അല്ലേ? അപ്പൊ നമുക്ക് എത്ര കിട്ടി? പി എന്ന് പറയുന്ന സബ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം കിട്ടി. പി എന്ന് പറയുന്ന സബ് ഷെല്ലില് മാക്സിമം എത്ര ഇലക്ട്രോണിനെ? 6 ഇലക്ട്രോണിനെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും. അപ്പോ എസില് മാക്സിമം 2 ഇലക്ട്രോൺ, പിയില് മാക്സിമം 6 ഇലക്ട്രോൺ. അപ്പൊ പി ഓർബിറ്റലിന്റെ എണ്ണം എത്രയായിരിക്കും? 3 ആണ്. ഇനി അടുത്ത ഡി എടുത്താൽ ഇവിടെ 1, 3 ആയി. ഓഡ് നമ്പർ ആണ് അല്ലെ? അതുപോലെ അടുത്ത ഓഡ് നമ്പർ ആയപോലെ തന്നെ 5. എത്ര ഓർബിറ്റലാണ് ഡിയില്? 5 ഓർബിറ്റലാണ്. 5 ഓർബിറ്റലാണ് അവിടെ ഉള്ളത് ഡി എന്ന് പറയുന്ന സബ് ഷെല്ലിൽ ഉള്ളത്. അപ്പോ 5 ഓർബിറ്റൽ ആകുമ്പോൾ ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോൺ. അങ്ങനെ 5 ഓർബിറ്റലിലും കൂടി എത്രയാകും? 5 × 2 എത്രയാ? 10. അപ്പോ ഡിയില് നമുക്ക് ഒക്യുപ്പൈ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോ എസിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ 2 ആണ്. ബിയിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ 6 ആണ്. ഡിയിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അത് 10 ആണ്. ഇനി ഒന്നുകൂടെ അല്ലേ എഫ്. ആ എഫിലേക്ക് കൂടി നമുക്ക് നോക്കാം. എഫിലെ ഓർബിറ്റലിന്റെ എണ്ണം എത്രയായിരിക്കും? ഇവിടെ 1, 3, 5. അടുത്ത് വരുന്ന ആരായിരിക്കും? 7 തന്നെയാണ്. അപ്പോ എഫിനകത്തുള്ള ഓർബിറ്റലിന്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 7 ആണ്. 7 ഓർബിറ്റൽ ഉണ്ടെങ്കിൽ അതിൽ ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം എങ്ങനെയാ? 7 × 2. ഒരു ഓർബിറ്റലില് മാക്സിമം 2 ഇലക്ട്രോൺ. അപ്പൊ 7 × 2 എത്ര? 14 എന്ന് വരും അല്ലേ? അപ്പൊ ഇത്രയും ഇലക്ട്രോണിനെയാണ് എഫിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റുന്നത്. അപ്പൊ എസിലെ മാക്സിമം 2 ഇലക്ട്രോൺ, പിയിലെ മാക്സിമം 6 ഇലക്ട്രോൺ, ഡിയിലെ മാക്സിമം 10 ഇലക്ട്രോൺ,
എഫിൽ മാക്സിമം 14 ഇലക്ട്രോണെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ഇത് വ്യക്തമായി നിങ്ങൾ ഓർത്തു വെച്ചോണം. കാരണം നമ്മൾ ഇനി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് ഓരോ സബ്ഷെല്ലിൽ എഴുതുമ്പോഴും അതിൽ പിയിൽ എത്ര ഇലക്ട്രോണിനെ വരെ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ ഡിയിൽ എത്ര വരെ പോകാം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ ഇത് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഈ എസ്സിൽ എത്ര ഓർബിറ്റൽ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതിലെ ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടെത്താൻ പറ്റും. എസ്സിൽ 1 ഓർബിറ്റൽ, പിയിൽ 3 ഓർബിറ്റൽ, ഡിയിൽ 5 ഓർബിറ്റൽ, അതുപോലെ തന്നെ എന്താണ് 7 ഓർബിറ്റലാണ് എഫിൽ. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സബ്ഷെല്ലിന്റെ ഇലക്ട്രോണിക് എണ്ണം കണ്ടുപിടിച്ചത്. അപ്പോ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ ഷെല്ലുകളിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പൊട്ടാസ്യത്തിന്റെ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയത് എങ്ങനെയാണ്, 2 8 8 1 എന്നാണ് അല്ലേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ളതിനുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ട് എമ്മിൽ 18 വയ്ക്കാൻ പറ്റിയിട്ട് 9 അവിടെ തന്നെ ഉൾപ്പെടുത്തിയില്ല എന്നൊരു സംശയം നിങ്ങൾക്ക് വരും. അപ്പൊ ആ സംശയം ഒഴിവാക്കുവാനായിട്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്, അതിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ അതിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് നമുക്ക് 1-2 എലമെന്റ്സിന്റെ സബ്ഷെൽ, ചെറിയ ചെറിയ എലമെന്റ്സിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇത് നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഹൈഡ്രജൻ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോഴുള്ള ചെറിയ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാനായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അത് വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോ ഞാൻ ആദ്യം ഹൈഡ്രജൻ എടുക്കുന്നു. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 1 ആണ്. 1 അറ്റോമിക് നമ്പറായ ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചാൽ ഒന്നാമത്തെ കെ ഷെല്ലിൽ തന്നെ അത് എത്ര 1 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്തും. തീർന്നു, അവിടെ അതിന്റെ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എങ്ങനെ എഴുതും? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുവാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇതുപോലെ സിമ്പിൾ ആണ്. ഇതെന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് ഏത് ഷെല്ലാണ്? ഇത് കെ ഷെല്ലാണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കെ എന്ന് പറയുന്ന ഷെല്ലിൽ ഒരു സബ്ഷെൽ എസ്, എൽ എന്ന് പറയുന്ന ഷെല്ലിൽ 2 സബ്ഷെൽ ഏതൊക്കെയാണ്? എസും പിയും. എം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എമ്മിൽ 3 സബ്ഷെല്ലാണ്. ഏതൊക്കെയാ? എസ്, പി, ഡി. അതുപോലെ തന്നെ നമ്മൾ നോക്കുന്നു ഏതാ? എഫ് അല്ല എൻ. എന്നിൽ ഏതൊക്കെയാ? എസ്, പി, ഡി, എഫ്. ഇതെപ്പോഴും ആലോചിച്ച് വെച്ചോളണം. നമ്മൾ എഴുതാനായിട്ട് പോകുന്നത് ഹൈഡ്രജനെ കുറിച്ചാണ്. അപ്പൊ ഹൈഡ്രജന്റെ ഒന്നാമത്തെ ഷെൽ, അല്ലെങ്കിൽ ഹൈഡ്രജൻ ഒരൊറ്റ ഷെല്ലേ ഉള്ളൂ, അത് കെ ഷെല്ലാണ്. ആ കെ ഷെല്ലിൽ മാക്സിമം 1 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്താൻ പറ്റും, അല്ല 2 ഇലക്ട്രോണിനെ ഉൾപ്പെടുത്താൻ പറ്റും. പക്ഷെ അതിന്റെ കയ്യിൽ 1 ഉള്ളൂ. അതുകൊണ്ട് ഹൈഡ്രജൻ എന്ത് ചെയ്തു? ആ ഉള്ള 1 ഇലക്ട്രോണിനെ അവിടെ ഉൾപ്പെടുത്തി. അപ്പൊ മാക്സിമം 2 ഇലക്ട്രോണിനെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. പക്ഷെ ഹൈഡ്രജന്റെ കയ്യിൽ എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. അതുകൊണ്ട് ഹൈഡ്രജൻ ആ 1 ഇലക്ട്രോണിനെ അവിടെ എന്ത് ചെയ്തു? ഉൾപ്പെടുത്തി. ഇനി നമ്മൾ ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയാണ്. കെ എന്ന് പറയുന്നതിനകത്ത സബ്ഷെൽ ഏതാണ്? ഒരൊറ്റ സബ്ഷെൽ, അത് എസ് ആണ് അല്ലേ. ആ എസിനകത്തായിരിക്കൂലേ ഈ ഇലക്ട്രോൺ കാണപ്പെടുന്നത്? ആയിരിക്കും. അപ്പൊ നമ്മൾ സബ്ഷെൽ എഴുതുമ്പോൾ ഈ സബ്ഷെല്ലുകളെ സൂചിപ്പിക്കുവാൻ, അത് ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെല്ലാണെന്ന് സൂചിപ്പിക്കുവാൻ നമുക്ക് സബ്ഷെല്ലിന്റെ മുന്നിലായിട്ട് അതിന്റെ ഷെൽ നമ്പർ കൂടി എഴുതി കൊടുക്കാം. സബ്ഷെല്ലിന്റെ മുന്നിലായിട്ട് നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? ഷെൽ നമ്പർ കൂടി എഴുതി കൊടുക്കാം. അപ്പൊ ഈ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലാണ്. അതിന്റെ മുന്നിൽ കിടക്കുന്ന 1 എന്ന് പറയുന്നത് ഷെൽ നമ്പർ ആണ്. ഷെൽ നമ്പർ എന്ന് പറയുമ്പോൾ ഈ 1 എന്ന് പറയുന്നത് ഏത് ഷെല്ലിനെ സൂചിപ്പിക്കുന്നു? കെ എന്ന് പറയുന്ന ഷെല്ലിനെ സൂചിപ്പിക്കുന്നു. അപ്പോ സബ്ഷെൽ എഴുതുക. ആ സബ്ഷെല്ലിന് തൊട്ട് മുന്നിലായിട്ട് നമ്മൾ അത് ഏത് ഷെല്ലിന് സബ്ഷെല്ലാണെന്ന് കാണിക്കണം അല്ലേ. അപ്പൊ ഈ എസ് എന്ന് പറയുന്നത്, നമ്മൾ എഴുതാൻ പോകുന്ന ഈ എസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഷെല്ലായ കെയിലെ സബ്ഷെല്ലാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ഷെല്ലാണെന്ന് സൂചിപ്പിക്കാൻ ആ എസിന് ഇടതുവശത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ ലെഫ്റ്റ് സൈഡില് നമ്മൾ 1 എന്ന് കൊടുക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? 1 എന്ന് കൊടുക്കുന്നു. അപ്പോ സബ്ഷെല്ലിന്റെ ഇടതുവശത്ത് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ എപ്പോഴും എന്തിനെ സൂചിപ്പിക്കും? ഷെൽ നമ്പറിനെ സൂചിപ്പിക്കും. എപ്പോഴും എന്തിനെ സൂചിപ്പിക്കുന്നു? ആലോചിക്കുക, ഷെൽ നമ്പറിനെ സൂചിപ്പിക്കും. അപ്പോ 2s എന്ന് കണ്ടാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അത് രണ്ടാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെൽ ആയിരിക്കും. 3p എന്ന് കണ്ടാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അത് മൂന്നാമത്തെ ഷെല്ലിലെ പി സബ്ഷെൽ ആണ് എന്ന് മനസ്സിലാക്കണം.
അപ്പൊ നമുക്ക് വീണ്ടും തിരികെ ഹൈഡ്രജനിലേക്ക് വരാം. ഹൈഡ്രജന്റെ കെ എന്ന് പറയുന്ന ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് അല്ലേ. ആ ഒരു ഇലക്ട്രോൺ കെ എന്ന് പറയുന്ന ഷെല്ലിന്റെ ഉള്ളിലുള്ള സബ്ഷെല്ലായിരിക്കും കാണപ്പെടുന്നത്. ആ സബ്ഷെല്ലായ എസ് നമ്മൾ എടുത്ത് എഴുതി വെച്ചേക്കാണ്. ആ എസ്സിൽ എത്ര ഇലക്ട്രോൺ? ഒരു ഇലക്ട്രോൺ. എത്ര ഇലക്ട്രോൺ? ഒരു ഇലക്ട്രോൺ. ആ ഒരു ഇലക്ട്രോണെ നമ്മൾ എഴുതുന്നത് എസിന് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നമ്മൾ എഴുതും. ഈ എസിന്റെ റൈറ്റ് സൈഡിലായിട്ട് മുകളിൽ നമ്മൾ എന്ത് എഴുതും? ഈ പറയുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എഴുതും. അപ്പോ എസിലെ ഇലക്ട്രോണിന്റെ എണ്ണം ഇവിടെ എത്രയാണ്? ഒന്നാണ്. മൊത്തം ആ ഒരു ഇലക്ട്രോൺ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോ നമുക്ക് എന്തെന്ന് കിട്ടി? ആ ഹൈഡ്രജന്റെ സബ്ഷെൽ അല്ലെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടി. ഇതിനെ നമ്മൾ എങ്ങനെയാ വായിക്കുന്നത്? ഇതിനെ വായിക്കുവാനായിട്ട് നമുക്കറിയാം 1s എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഷെല്ലായ കെയിലെ എസ് സബ്ഷെൽ, അതിൽ എത്ര ഇലക്ട്രോൺ? 1 ഇലക്ട്രോൺ. അപ്പൊ 1s 1 എന്ന് നമുക്ക് വായിക്കാം. എന്ന് വായിക്കാം 1s1 എന്ന് വായിക്കാം. 1s1 ഇതായിരിക്കും എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള അവരുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റൂലേ? നമുക്ക് എഴുതി നോക്കാം. അടുത്ത് രണ്ടാമത് വരുന്നത് ഹീലിയം ആണല്ലേ. ഹീലിയത്തിന്റെ നമ്മൾ എഴുതിയാൽ എങ്ങനെ വരും? ഹീലിയത്തിന്റെ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയാൽ 2 ഇലക്ട്രോണേ ഉള്ളൂ. അത് ആദ്യത്തെ ഷെല്ലായ കെയിൽ തന്നെ വരും. ആദ്യത്തെ ഷെല്ലായ കെയിൽ തന്നെ അത് എന്ത് ചെയ്യും? മാക്സിമം കെയിൽ നമുക്ക് 2 ഇലക്ട്രോൺ വെക്കാൻ പറ്റൂലേ? പറ്റും. അതുകൊണ്ട് ആ 2 ഇലക്ട്രോൺ ഇവിടെ തന്നെ വരും. ഒരൊറ്റ സബ്ഷെല്ലായ അല്ലെങ്കിൽ ഒന്നാമത്തെ സബ്ഷെല്ലായ കെയിൽ വരും. അപ്പൊ ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം. നേരത്തെ ഞാൻ പറഞ്ഞു ഈ കെയിൽ എത്ര സബ്ഷെൽ ഉണ്ട്? ഒരൊറ്റ സബ്ഷെല്ലേ ഉള്ളൂ. അത് എസ്. ആ എസ്സിലായിരിക്കില്ല ഈ 2 ഇലക്ട്രോൺ കാണപ്പെടുന്നത്? ആയിരിക്കും. അപ്പൊ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എന്ത് ചെയ്യാം? കെ എന്ന് പറയുന്നത് എത്രാമത്തെ ഷെല്ലാ? ഒന്നാമത്തെ ഷെല്ലാണ്. എപ്പോഴും നമ്മൾ ഷെല്ലിന്റെ നമ്പർ സൂചിപ്പിച്ചിട്ടേ സബ്ഷെൽ എഴുതാം. എങ്കിലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ അത് ഏത് ഷെല്ലിലെ സബ്ഷെല്ലാണ്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ഷെല്ലായ കെയിലെ സബ്ഷെല്ലിനെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് 1 എന്ന് എഴുതുന്നു. അതിലെ സബ്ഷെല്ലാണ് ഇത്? എസ്. അപ്പൊ ഇതിനെ വായിക്കുന്നത് 1s. ഇനി ആ 1sൽ എത്ര ഇലക്ട്രോൺ? ആ എസ്സില് 2 ഇലക്ട്രോൺ. അപ്പോ വലതു ഭാഗത്ത് മുകളിൽ റൈറ്റ് സൈഡിലും മുകളിലായിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇവിടെ 2 എന്ന് എഴുതാം. എന്നിട്ട് ഇതിനെ എങ്ങനെ വായിക്കാം? 1s2 എന്ന് വായിക്കാം. എന്തെന്ന് വായിക്കാം? 1s2. അപ്പൊ ഹീലിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിയില്ലേ? എന്തെന്ന് കിട്ടി? 1s2. അത്രേ ഉള്ളൂ. ഇതേ രീതിയിൽ കുറച്ചും കൂടി ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി നിങ്ങൾ ഈ പറയുന്ന 18 വരെയുള്ള എല്ലാ എലമെന്റ്സിനെയും നിങ്ങൾ ഒന്ന് എഴുതി നോക്കണം. നമുക്ക് അല്ലാതെ ഇനി കുറച്ചും കൂടി വലുതായിട്ടുള്ളത് എങ്ങനെ എഴുതുമെന്നും കൂടി നോക്കാം. ഇപ്പൊ ഞാൻ ഓക്സിജൻ എടുക്കുകയാണ്. ഓക്സിജൻ എന്ന് പറയുന്നതിന്റെ അറ്റോമിക നമ്പർ നമുക്കറിയാം. ഓക്സിജന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 8 ആണ്. ഓക്സിജന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 8. അതിന്റെ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോക്കിയാൽ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ. ഇങ്ങനെയായിരിക്കും വരുന്നത് അല്ലേ? 2 6 എന്നായിരിക്കും. ഇതാണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇനി പഠിക്കുന്നത് എന്താ? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ആവശ്യം സാധാരണ രീതിയിൽ ഷെൽ വൈസ് ആയിട്ടുള്ള അതിന്റെ ആവശ്യം നമുക്ക് ഇനി ഇല്ല. നമുക്കെല്ലാം ഇനി എന്താ? സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് അറിയേണ്ടത്. അപ്പോൾ ഈ ഓക്സിജന്റെ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതി നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക ഇവിടെ എത്ര ഷെല്ലുണ്ട്? 2 ഷെല്ലുണ്ട്. ഒന്നാമത്തെ കെ ഷെല്ലും ഉണ്ട്, രണ്ടാമത്തെ എൽ ഷെല്ലും ഉണ്ട്. ഒന്നാമത്തെ കെ ഷെല്ലുണ്ട്, രണ്ടാമത്തെ എൽ ഷെല്ലുണ്ട്. അപ്പോ ഇതിന്റെ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ എഴുതിയാണ്. നേരത്തെ പറഞ്ഞു ഒന്നാമത്തെ ഷെല്ലിനകത്ത് ഒരു സബ്ഷെൽ ആണുള്ളത് അല്ലേ? ഒന്നാമത്തെ ഷെല്ലിനകത്ത് എത്ര സബ്ഷെൽ? ഒരു സബ്ഷെൽ ആണുള്ളത്. ആ ഒരു സബ്ഷെല്ലിലായിരിക്കും ഈ 2 ഇലക്ട്രോൺ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. ഒന്നാമത്തെ ഷെല്ലായ കെയിലെ എസ് സബ്ഷെൽ, അതിൽ എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ. അതിലെത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടി? 1s2 എന്ന് കിട്ടി. 1s2 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ കൂടെ തീർന്ന ഇല്ല, ഇനിയും ഉണ്ടല്ലേ? 6 ഇലക്ട്രോൺ കൂടി ഉണ്ട്. ആ 6 ഇലക്ട്രോൺ എവിടെയായിരിക്കുന്നത്? അത് രണ്ടാമത്തെ ഷെല്ലിലാണ് ഇരിക്കുന്നത്. ആ 6 ഇലക്ട്രോൺ എവിടെയാണ് ഇരിക്കുന്നത്? രണ്ടാമത്തെ ഷെല്ലിലാണ്. അപ്പൊ രണ്ടാമത്തെ ഷെല്ലായ എല്ലിലെ സബ്ഷെല്ലുകൾ ഏതൊക്കെയാണ്? എസും പിയുമാണ്. രണ്ടാമത്തെ ഷെല്ലായ എല്ലിലെ സബ്ഷെല്ലുകളാണ് എസും പിയും. ആ എസിനെയും പിനെയും അത് രണ്ടാമത്തെ ഷെല്ലുകളാണെന്ന് കാണിക്കുവാനായി അവയുടെ ഇടതുവശത്ത് നമ്മൾ അതിന്റെ ഷെൽ നമ്പർ കൂടി സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ 2 എന്ന് എഴുതി. 2 കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്തു? ആ 2ല് നമുക്ക് ആദ്യത്തെ സബ്ഷെല്ലാണ് എസ്. ആദ്യത്തെ സബ്ഷെല്ലാണ് എസ്. ആ എസില് 2 ഇലക്ട്രോണിനെ കൊടുത്തു. ആ എസിൽ എന്ത് ചെയ്തു? 2 ഇലക്ട്രോണിനെ കൊടുത്തു.
ഇനി ബാലൻസ് ഇവിടെ ഇനി 4 ഇലക്ട്രോൺ കൂടി ഉണ്ട് അല്ലേ, 6ൽ നിന്ന് 2 പോയി കഴിഞ്ഞ് ഇനി 4 ഇലക്ട്രോൺ കൂടി ഇല്ലേ ഉണ്ട്. ആ 4 ഇലക്ട്രോൺ എങ്ങോട്ടായിരിക്കും പോകുന്നത്? അടുത്ത സബ്ഷെല്ലിലേക്കായിരിക്കും പോകുന്നത്. അടുത്ത സബ്ഷെൽ എന്ന് പറയുന്നത് അത് പി ആണ്. അടുത്ത സബ്ഷെൽ എന്ന് പറയുന്നത് ആരാണ്? പി ആണ്. അപ്പോ ഈ പി രണ്ടാമത്തെ ഷെല്ലിലെയാണ് അല്ലെ. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ സൂചിപ്പിക്കാം? 2p എന്ന് സൂചിപ്പിക്കാം. എന്ന് സൂചിപ്പിക്കാം 2p എന്ന് സൂചിപ്പിക്കാം. ആ പിയിൽ ഇനി എത്ര ഇലക്ട്രോൺ ആയിരിക്കും? പിയിൽ നമുക്ക് മാക്സിമം നമുക്കറിയാം എത്ര? 6 ഇലക്ട്രോണിനെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഓക്സിജന്റെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇനി ബാലൻസ് എത്ര ഇലക്ട്രോണേ ഉള്ളൂ? ഓക്സിജന്റെ കയ്യിൽ ഇനി ബാലൻസ് 4 ഇലക്ട്രോണേ ഉള്ളൂ. കാരണം 4 എണ്ണം ഇത് രണ്ടിലും കൂടി ആയി. ഇനി 4 എണ്ണം കൂടിയേ ഉള്ളൂ. ആ 4 ഇലക്ട്രോൺ വരുന്നതായിരിക്കും ഈ ബിയിൽ. അപ്പൊ നമുക്ക് ഇതിനെ എന്തെന്ന് വായിക്കാം? 1s2 2s2 2p4 എന്ന് വായിക്കാം. 1s2 2s2 2p4 എന്ന് നമുക്ക് എന്ത് ചെയ്യാം? വായിക്കാം. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് പറ്റും. ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. നമ്മൾ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചപ്പോൾ അല്ലെങ്കിൽ ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ച് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോണുകൾ എപ്പോഴും എന്ത് ചെയ്യുന്നു? വന്നു ചേരുന്നത് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് പോകുന്നത് എനർജി അല്ലെങ്കിൽ ഷെല്ലിന്റെ എനർജിയുടെ അടിസ്ഥാനത്തിലാണ് അല്ലേ. അപ്പൊ ആദ്യം വന്ന് ഇലക്ട്രോൺ ചേരുന്നത് എനർജി ഏറ്റവും കുറഞ്ഞതിലായിരിക്കും. അതിനുശേഷം അതിനേക്കാൾ എനർജി കൂടിയതിൽ രണ്ടാമത് ഇലക്ട്രോൺ വരും. പിന്നെ അതിനേക്കാൾ കൂടിയത്. അങ്ങനെ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലായിരിക്കും ഇലക്ട്രോണുകൾ എപ്പോഴും ഫില്ലപ്പ് ചെയ്യുന്നത്. അപ്പോ എപ്പോഴും ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ ഫില്ലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ്. ആദ്യം ഇലക്ട്രോൺ ഫില്ലപ്പ് ചെയ്യുന്നതിൽ എനർജി ഏറ്റവും കുറഞ്ഞതിലായിരിക്കും. രണ്ടാമത് അതിൽ നിന്ന് എനർജി കുറച്ച് കൂടിയതിൽ വരും. പിന്നെ അതിൽ നിന്ന് എനർജി കൂടി. അങ്ങനെ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലായിരിക്കും ഇലക്ട്രോണുകൾ എപ്പോഴും ഫില്ലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് അല്ലെങ്കിൽ ഫില്ല് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കണം. അതുപോലെ തന്നെയാണ് സബ്ഷെല്ലിലും എപ്പോഴും ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യപ്പെടുന്നത് അതിന്റെ എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ തന്നെ ആയിരിക്കും സബ്ഷെല്ലിലും എപ്പോഴും എന്ത് ചെയ്യപ്പെടുന്നത്? ഇലക്ട്രോണുകൾ നിറയുന്നത് അല്ലെങ്കിൽ ഫില്ല് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. അപ്പൊ എങ്ങനെയാണ് സബ്ഷെല്ലുകളുടെ എനർജി ഓർഡർ? അപ്പൊ നമ്മൾ ഷെല്ലിന്റെ എനർജിയുടെ കേസ് നമുക്കറിയാം. ഒന്നാമത്തെ ഷെല്ലായ കെയ്ക്ക് ആയിരിക്കും ഏറ്റവും എനർജി കുറവ് അല്ലേ. കാരണം എപ്പോഴും ആദ്യം ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത് എവിടെയാണ്? അത് കെയിലാണ്. അപ്പൊ കെ കഴിഞ്ഞാൽ അടുത്ത എനർജി കൂടിയതാർക്കാണ്? കെയ്ക്ക് ഏറ്റവും എനർജി കുറവാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കൂടിയതാർക്കാണ്? എല്ലിനാണ്. പിന്നെ കൂടിയതാർക്കാ? എമ്മിനാണ്. അപ്പൊ എനർജി കൂടുന്ന ആ ഒരു ഓർഡറിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഷെല്ലിൽ ഇലക്ട്രോണുകൾ നിറയുന്നത്. അതുപോലെ തന്നെയാണ് സബ്ഷെല്ലിലും ഇലക്ട്രോണുകൾ എപ്പോഴും ഫില്ല് ചെയ്യപ്പെടുന്നത് എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് എന്നുള്ള കാര്യം കൂടി ആലോചിക്കണം. ഇൻക്രീസിംഗ് ഓർഡറിലാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം? ആലോചിക്കണം. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റില് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാം. ആ ഗ്രാഫില് കുറച്ച് സബ്ഷെല്ലുകളായിരിക്കും ഇങ്ങനെ തന്നിരിക്കുന്നത്. ഇപ്പൊ 1s അതുപോലെ തന്നെ 2s 2p. ആ ഗ്രാഫ് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇപ്പൊ ഇതുപോലെ ഒരു ഗ്രാഫ് എടുത്താല് ഇപ്പൊ 1s ഇവിടെ 1s ഉണ്ട്. അതുപോലെ തന്നെ 1sന്റെ മുകളിലായിട്ട് അടുത്ത ഇവിടെ ആരുണ്ട്? 2s ഉണ്ട്. പിന്നെ 2p ഉണ്ട്. അതുപോലെ ഇവിടെ 3s ഉണ്ട്. ഇവിടെ 3p ഉണ്ട്. ഇങ്ങനെ വരും. ഇനി അടുത്ത് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇവിടെ അടുത്ത് വരുന്നത് 4s ആണ്. 4s കഴിഞ്ഞിട്ട് 4sന്റെ മുകളിലാണ് ആര് വരുന്നത്? 3d വരുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇത് എനർജി ഇവിടെ എന്ന് പറയുന്നത് എനർജിയാണ്. ഈ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലായിരിക്കും എപ്പോഴും ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോ ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഏറ്റവും എനർജി ലെസ് ആയിട്ടുള്ള സബ്ഷെൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെല്ലാണ്. അതിനുശേഷം ഇവിടെ 4p കൂടി തന്നിട്ടുണ്ട് കേട്ടോ. അതും കൂടി ആലോചിക്കണം. 4p ആയിരിക്കും എനർജി അതിനേക്കാൾ കൂടുതൽ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ എഴുതാം. ഇപ്പൊ ഈ 3d എടുത്ത് ഇവിടെ എഴുതി വെച്ചാൽ മതി. അപ്പൊ ഒരു ഓർഡർ കിട്ടും. അതുപോലെ 4p എന്ത് ചെയ്യും? ഇവിടെ ആയിട്ട് വരും. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഗ്രാഫ് നോക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഒന്നാമത്തേൽ എസ് ഉണ്ട്, രണ്ടാമത്തേൽ SP ഉണ്ട്, മൂന്നാമത്തേൽ SPD ഉണ്ട് എന്ന് പറഞ്ഞ് പഠിച്ച് അതേ ഓർഡറിലാണ് ഇലക്ട്രോണുകൾ ഫില്ലപ്പ് ചെയ്യുന്നതെന്ന് ഒരിക്കലും തെറ്റിദ്ധരിച്ചു വെക്കരുത്. എപ്പോഴും ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത് എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിലാണ്. എനർജി
4p ആണെന്ന് നമുക്ക് പറയാം. ഇതിൽ ഈ ഗ്രാഫിൽ തന്നിരിക്കുന്നതിൽ ഏറ്റവും എനർജി കൂടിയതാർക്കാണ്? 4p ക്കാണ്. ഇവിടെ നിങ്ങൾ 3dയെയും ഫോറസിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും എനർജി കുറഞ്ഞ ആൾ ആരാണെന്ന് ചോദിച്ചാൽ അത് 3d അല്ല, അത് ഫോറസ് ആണ്. ഫോറസിനെയും 3dയെയും കമ്പയർ ചെയ്യുമ്പോൾ എനർജി ഏറ്റവും കുറഞ്ഞതാർക്കാണ്? 3dക്കല്ല, പകരം ആർക്കാ? ഫോറസിനാണ്. അപ്പോൾ ഫോറസിൽ ഇലക്ട്രോൺ വന്ന് ഫില്ലപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ 3dയിലേക്ക് ഇലക്ട്രോൺ പോകാറുള്ളൂ. ഫോറസിൽ ഇലക്ട്രോൺ വന്ന് നിറഞ്ഞതിന് ശേഷം മാത്രമേ എങ്ങോട്ട് പോകാറുള്ളൂ? 3dയിലേക്ക് ഇലക്ട്രോൺ പോകാറുള്ളൂ. അപ്പോ ഈ ഒരു അല്ലെങ്കിൽ എനർജിയുടെ ആ ഇൻക്രീസിംഗ് ഓർഡറിന്റെ കാര്യം കൂടി നിങ്ങൾ അറിയുക. നിങ്ങൾ ടെക്സ്റ്റില് ഈ ഗ്രാഫിന് തൊട്ട് താഴെയായിട്ട് ഇലക്ട്രോൺ ഫില്ലപ്പ് ചെയ്യുന്നതിന്റെ ഒരു ഫ്ലോ ചാർട്ട് പോലെ ഒരു കാര്യം തന്നിട്ടുണ്ട്. ആദ്യം ഇലക്ട്രോൺ എപ്പോഴും നിറയുന്നത് 1sലാണ്. 1s കഴിഞ്ഞതിന് ശേഷം പിന്നെ പോകുന്നത് 2sലാണ്. 2s കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 2pയിലാണ്. 2p കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് 3sലാണ്. 3s കഴിഞ്ഞ് പിന്നെ പോകുന്നത് 3pയിലാണ്. 3p കഴിഞ്ഞിട്ട് ഒരിക്കലും അത് 3dയിലേക്ക് പോകില്ല. 3p കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഫോറസിലായിരിക്കും. ഫോറസിൽ ഇലക്ട്രോൺ ഫില്ലായതിനു ശേഷം മാത്രമേ 3dയിലേക്ക് വരൂ. ആ 3d ഫില്ലായതിനു ശേഷം 4pയിലേക്ക് പോകും. ഇങ്ങനെ ഒരു ഓർഡറിലാണ്, എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് സബ്ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടി ആലോചിച്ചു കൊള്ളണം. അത് അറിഞ്ഞാൽ മാത്രമേ 19 മുതൽ 30 വരെയുള്ള അല്ലെങ്കിൽ 19 മുതൽ 30 വരെയുള്ള എലമെന്റ്സിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഞാൻ 1-2 എലമെന്റ്സിന്റെ കൂടി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതാം. ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ ഇങ്ങനെ കൂടുതലായിട്ട് എഴുതി പഠിച്ച് ശീലിക്കണം. കാരണം പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇതിനകത്ത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതിനെ കുറിച്ച് തന്നെയാണ്. അപ്പോ അത് എഴുതി നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പൊ നമുക്ക് തൊട്ട് ഇനി ഒരു നിയോണിന്റെ നമുക്ക് നോക്കാം. നമ്മളിപ്പോ ഹീലിയം കഴിഞ്ഞു. അടുത്തൊരു നോബിൾ ഗ്യാസ് ആണ് ഏത്? അപ്പോ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഈ പഠിപ്പിച്ചതിൽ ഇപ്പോ ഈ പറഞ്ഞ സബ്ഷെൽ